ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിത്ത് PSC. ഇന്നലെ നടന്ന ഡിഗ്രി ലെവൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന KAS ഡിഗ്രി ലെവൽ എക്സാംസ് ഉള്ളവർ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 3 and 4. ശരിയായ പ്രസ്താവനകൾ: നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു. 1 ഉം 2 ഉം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദർ അലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി 2 and 4. റാസ്ത് ഗോഫ്തർ, റഹ്നുമായി മസ്ദയസ്നൻ സഭ. അടുത്ത ചോദ്യം: ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലക്രമ ക്രമീകരണം നൽകുന്നത്? ഓപ്ഷൻ എ 4, 2, 3, 1. വില്ലുവണ്ടി യാത്ര 1893, സാധുജന പരിപാലന സംഘത്തിൻ്റെ രൂപീകരണം 1907, കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം 1913, കല്ലുമാല സമരം 1915. ഈ വർഷങ്ങളും കൂടെ ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം: എങ്ങനെയായിരുന്നു 1920 കൊച്ചിൻ റെഗുലേഷൻ 12 1920 മുമ്പ് തിരുവിതാംകൂർ നടത്തിയ സമാന പ്രവൃത്തികളേക്കാൾ ഒരു പടി മുന്നിൽ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി only 2. ശരിയായ ഓപ്ഷൻ ബഹുഭാര്യാത്വം നിരോധിച്ചു. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഓപ്ഷൻ സി 3. തെറ്റായ പ്രസ്താവന വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവനകൾ വായിക്കാം. ഹോച്ചിമിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു. ദക്ഷിണ വിയറ്റ്നാമിൻ്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻ ഡായ്. 1954 വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ വിഭാഗം എയിലും അവർ ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം വിഭാഗം ബിയിലും കാണിച്ചിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 4. പെഗ്ഗി വിറ്റ്സൺ 675 ദിവസം. അടുത്ത ചോദ്യം: കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി പ്രസ്താവന എ ശരിയാണ്, പ്രസ്താവന ബി തെറ്റാണ്. ശരിയായ പ്രസ്താവന: മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാറാണ്. അതോർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്ത ചോദ്യം: താഴെ പറയുന്ന തീയതികളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വിഷുവം, അതായത് സമരാത്ര ദിനം സംഭവിക്കുന്നത്? ഓപ്ഷൻ ബി മാർച്ച് 21, സെപ്റ്റംബർ 23. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ലാൻഡ് സാറ്റ് USA. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരിച്ചറിയുക. ഓപ്ഷൻ എ ഭാബർ, ഹിമാലയത്തിൻ്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല, പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി. അടുത്ത ചോദ്യം:
2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ സി ഹിമാനി സംരക്ഷണം. അടുത്ത ചോദ്യം, ഭാരതത്തിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിലുള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പാക്കിയ തന്ത്രം ഏതാണ്? ഓപ്ഷൻ എ മഹലോനോബിസ് തന്ത്രം. അടുത്ത ചോദ്യം, 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധന ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ. ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഏത് ഉൾപ്പെടുന്നില്ല? ഓപ്ഷൻ ഡി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നടപ്പാക്കിയത്. ഇന്ത്യയിൽ നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ധനകാര്യവും നാണയരംഗവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, വ്യവസായ നയ പരിഷ്കാരങ്ങൾ, വിനിമയ നിരക്ക് നിർണയം യുക്തിസഹജമാക്കി. അടുത്ത ചോദ്യം, IAAP, IADP, HYVP എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ്? ഓപ്ഷൻ ബി ഹരിത വിപ്ലവം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ സി ഉയർന്ന വളർച്ചാ നിരക്ക്, സാമൂഹ്യനീതി, സ്വയം പര്യാപ്തത, സ്വാശ്രയത്വം. അടുത്ത ചോദ്യം, 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ 9ാം യോഗത്തിൻ്റെ പ്രധാന വിഷയം എന്തായിരുന്നു? ഓപ്ഷൻ ഡി വികസിത് ഭാരത് അറ്റ് 2047. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലുപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയത്? 91ാം ഭേദഗതി. ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ഡി മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്നു. അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായി പാർലമെൻറ്റ് 1969 പ്രസിഡന്റ് ധർമ്മനിർവഹണ നിയമം പാസാക്കി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അറ്റോർണി ജനറലിൻ്റെ ചുമതലകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ 1, 2 and 3. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു. അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട്. ലോകസഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശം ഉണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം? ഓപ്ഷൻ ബി 1964. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? ഓപ്ഷൻ ബി മൺസൂൺ സമ്മേളനം. അടുത്ത ചോദ്യം, ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ സി അച്യുത് ചേതൻ.
അടുത്ത ചോദ്യം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി 2, 3 ആൻഡ് 4. ശരിയായ പ്രസ്താവനകൾ: 1947 PMO നിലവിൽ വന്നു. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് PMS എന്നറിയപ്പെട്ടിരുന്നു. ഗവൺമെൻറ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ഗവേണൻസിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻ ബി only 2 and 3. ശരിയായ പ്രസ്താവനകൾ: സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യാ പ്രവണതകൾ? ഓപ്ഷൻ എ only 1 and 4. ദ്രുത നഗരവൽക്കരണം, ജനസംഖ്യാ വളർച്ച. ചോദ്യം, നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതായി ഏത് നിയമത്തിൻ്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു? ഓപ്ഷൻ ഡി only 3. മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142ൻ്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി only 2. സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക. അടുത്ത ചോദ്യം, റിവേഴ്സ് മോർട്ടേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വയ്ക്കുന്നത്? ഓപ്ഷൻ എ only 3. അവരുടെ സ്വത്ത്. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ഓപ്ഷൻ സി only 3. കാർബൺ ഡൈ ഓക്സൈഡ് CO2. അടുത്ത ചോദ്യം, ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി മെഡുല ഒബ്ലാങ്കേറ്റ. അടുത്ത ചോദ്യം, ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജൻ്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ സി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലമുണ്ടാകാത്തത്? ഓപ്ഷൻ എ only 2. ട്യൂബർകുലോസിസ്. വൈറസ് മൂലം ഉണ്ടാകുന്നതാണ് ഇൻഫ്ലുവൻസ, മീസിൽസ്, ഡെങ്കിപ്പനി. അടുത്ത ചോദ്യം, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPDയുടെ പ്രാഥമിക കാരണം എന്താണ്? ഓപ്ഷൻ ഡി പുകവലി. അടുത്ത ചോദ്യം, കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഏത്? ഓപ്ഷൻ ഡി അമ്മ മനസ്സ്. അടുത്ത ചോദ്യം, ഒരു ചരടിൻ്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ? ഓപ്ഷൻ ബി തരംഗത്തിൻ്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗമാണ് VE എങ്കിൽ ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരം ഉള്ളതുമായ ഒരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ്? ഓപ്ഷൻ എ 2VE. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ സവിശേഷതയല്ലാത്തത്? ഓപ്ഷൻ ബി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജം പതന വികിരണത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൻ്റെ സവിശേഷതകളാണ് ലോഹപ്രതലത്തിൽ പ്രകാശം എത്തുന്നതും
ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഉത്സർജനം സംഭവിക്കുന്നതും തമ്മിൽ സമയ ഇടവേളയില്ല. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതന വികിരണത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഓരോ പ്രകാശ സംവേദന പദാർത്ഥത്തിനും ത്രെഷോൾഡ് ആവൃത്തി എന്നറിയപ്പെടുന്ന പതന വികിരണത്തിൻ്റെ ഒരു മിനിമം വിച്ഛേദന ആവൃത്തിയുണ്ട്. അടുത്ത ചോദ്യം, 2025 ജാനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിൻ്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ NVS-02. അടുത്ത ചോദ്യം, ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിൻ്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം. ഓപ്ഷൻ ഡി ഹീലിയം. അടുത്ത ചോദ്യം, ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം. ഓപ്ഷൻ ബി സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്ത സംയുക്തം ഏതാണ്? ഓപ്ഷൻ സി മലച്ചൈറ്റ്. ഇരുമ്പിൻ്റെ ധാതുക്കളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. ഓക്കെ. ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കാൽസ്യവും ഓക്സിജനും. അടുത്ത ചോദ്യം, ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ഓൺലി 1, 2 and 4. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനമാണ് ഫീൽഡ് ഹോക്കി. 1928 ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കർണം മല്ലേശ്വരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന എഴുത്തുകാരെ അവരുടെ തൂലികാനാമവുമായി ഒത്തുനോക്കുക. ഓപ്ഷൻ സി A3, B1, C4, D2. ജോർജ് വർഗീസ് കാക്കനാടൻ, MB ഭട്ടതിരിപ്പാട് പ്രേംജി, PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ്, MK മേനോൻ വിലാസിനി. അടുത്ത ചോദ്യം, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി ഓൺലി 4 and 1. തെറ്റായ പ്രസ്താവനകൾ വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവനകൾ വായിക്കാം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ NV കൃഷ്ണവാര്യർ ആയിരുന്നു. 1956 ഒക്ടോബർ 15 കേരള സാഹിത്യ അക്കാദമി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ സി പടയണി. അടുത്ത ചോദ്യം, 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? ഓപ്ഷൻ എ പാരീസ്. 51 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് സോൾവ് ചെയ്ത വീഡിയോ ചാനലിലുണ്ട്, എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. 51B, 52A, 53C, 54D, 55A, 56B, 57D, 58C, 59B, 60B. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ എറർ ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ്. വൺ ഓഫ് ദ ഗേൾസ് ആർ ഫ്രം മുംബൈ. ഓപ്ഷൻ ബി ആർ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ടാഗ്. ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ ഡാഷ്. ഓപ്ഷൻ ഡി വിൽ യു. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ദ വെർബ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ്. യു ലെറ്റ് ഹർ ഗോ. ഓപ്ഷൻ എ ബെയർ ഇൻഫിനിറ്റീവ്. അടുത്ത ചോദ്യം, കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ബൈ ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ. നൈദർ ദ പ്രിൻസിപ്പാൾ നോർ ദ ടീച്ചേഴ്സ് ഈസ് ഗോയിങ് ഫോർ ദ ടൂർ. ഓപ്ഷൻ സി
are going. അടുത്ത ചോദ്യം, seeing a snake in the garden, Lalu screamed for help. This sentence may be transformed as option D. When he saw a snake in the garden, Lalu screamed for help. അടുത്ത ചോദ്യം, the italicized word in the following sentence means: as a teacher, she resented invidious remarks made on her students by her colleagues. Option D, unpleasant. അടുത്ത ചോദ്യം, the idiom in the following sentence means: perfumes were dime a dozen for him in those days. Option B, plenty and common. അടുത്ത ചോദ്യം, I bank on your word. The phrasal verb in italics means: option C, bases one's hope on something or someone. അടുത്ത ചോദ്യം, correct the following sentence. The effects of COVID-19 are far reaching. Option B, the effects of COVID-19 are far reaching. അടുത്ത ചോദ്യം, his behavior at the party was atrocious. The synonym for the italicized word is option B, appalling. ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, ഐകകണ്ഠ്യേന. അടുത്ത ചോദ്യം, ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, സാമുദായികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, 1, 3 മാത്രം. ശരിയായവ: പിപാസ, വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജലത്തിൻ്റെ പര്യായം അല്ലാത്തതേത്? ഓപ്ഷൻ സി, സിന്ധു. ജലത്തിൻ്റെ പര്യായപദങ്ങളാണ് ഉദകം, സലിലം, വാരി. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ ബി, ഏറ്റവും ആധുനികമായ. അടുത്ത ചോദ്യം, വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? ഓപ്ഷൻ ബി, പുരോഗതിയില്ലായ്മ. അടുത്ത ചോദ്യം, വിദ്യുച്ഛക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ, വിദ്യുത് പ്ലസ് ശക്തി. അടുത്ത ചോദ്യം, എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, അനുഗൃഹീതൻ, ഗീതഗോവിന്ദം, യാദൃച്ഛികം, ആധ്യക്ഷ്യം. അടുത്ത ചോദ്യം, ആഗമനം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ ബി, നിർഗമനം. അടുത്ത ചോദ്യം, പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം? ഓപ്ഷൻ ഡി, പ്രഭുവി. ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് ഫാസ്റ്റർ? ഓപ്ഷൻ ഡി, ഇന്റേണൽ പ്രോസസ് മെമ്മറി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ബെനിഫിറ്റ് ഓഫ് യൂസിങ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, ഇൻ ഡോക്യുമെൻ്റ് പ്രോസസ്സിംഗ്? ഓപ്ഷൻ ബി, ഇറ്റ് എനേബിൾസ് മെഷീൻസ് ടു റീഡ് ആൻഡ് കൺവേർട്ട് പ്രിൻറ്റഡ് ഓർ ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ഇൻ ടു എഡിറ്റബിൾ ഡിജിറ്റൽ ഫോർമാറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ലൈക്ലി ആപ്ലിക്കേഷൻ ഓഫ് എ സൂപ്പർ കമ്പ്യൂട്ടർ? ഓപ്ഷൻ സി, റണ്ണിങ് എ ലാർജ് സ്കെയിൽ സിമുലേഷൻസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് സച്ച് ആസ് വെതർ ഫോർകാസ്റ്റിംഗ് ഓർ പാർട്ടിക്കിൾ ഫിസിക്സ്. അടുത്ത ചോദ്യം, ഡാഷ് ട്രാൻസ്ലേറ്റ് ദ മെസ്സേജസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇൻ ടു എ കോമൺ കോമ്പറ്റബിൾ ഫോം ടു മേക്ക് ദം കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി? ഓപ്ഷൻ സി, സിസ്റ്റം സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഒക്ടൽ നമ്പർ ഫോർ ദ ഡെസിമൽ നമ്പർ 2025? ഓപ്ഷൻ എ, 3751. ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട്കട്ട്സ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2021 allows you to toggle the visibility of non-printing characters such as spaces, paragraph marks and tab symbols? ഓപ്ഷൻ എ, Control plus Shift plus 8. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് നോട്ട് ഫൗണ്ട് അണ്ടർ ദ ഇൻസേർട്ട് മെനു ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്? ഓപ്ഷൻ ഡി, സ്റ്റൈൽസ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ VLOOKUP ഫംഗ്ഷൻ ഇൻ എക്സൽ ഡു? ഓപ്ഷൻ സി, ഇറ്റ് സെർച്ചസ് ഫോർ എ വാല്യൂ ഇൻ എ ടേബിൾ ആൻഡ് റിട്ടേൺസ് എ കറസ്പോണ്ടിങ് വാല്യൂ ഫ്രം ദി സെയിം റോ. അടുത്ത ചോദ്യം, വിച്ച് കീബോർഡ് ഷോർട്ട്കട്ട് ഇൻ എക്സൽ ഈസ് യൂസ്ഡ് ടു ക്വിക്ക്ലി ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ദി
കറണ്ട് വർക്ക് ബുക്ക്. ഓപ്ഷൻ ബി ഷിഫ്റ്റ് പ്ലസ് F11. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഈസ് നോട്ട് പെർഫോംഡ് ത്രൂ ദ ഇൻസർട്ട് ടാബ് ഇൻ പവർ പോയിന്റ്. ഓപ്ഷൻ സി ഇൻസർട്ട് എ ന്യൂ സ്ലൈഡ് ലേഔട്ട്. ചോദ്യം, വാട്ട് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഇൻ ഊപ്പ്. ഓപ്ഷൻ സി എ ക്ലാസ് ദാറ്റ് കനോട്ട് ബി ഇൻസ്റ്റാൻഷ്യേറ്റഡ് ആൻഡ് ഈസ് ഡിസൈൻഡ് ടു ബി സബ്ക്ലാസ്ഡ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് യൂസിങ് int as the return type of the main function. Option B, it ensures compatibility with the operating system's expectations. അടുത്ത ചോദ്യം, what is the common characteristics of event driven programming. Option B, it waits for user actions or events to execute code. അടുത്ത ചോദ്യം, what is the purpose of the import statement in VB.NET. Option A, to include namespaces. അടുത്ത ചോദ്യം, which of the following are the advantages of DBMS. Option D, all of the above. Reduce the data redundancy, improved data security, easier data access and sharing. അടുത്ത ചോദ്യം, what is the difference between delete and truncate in SQL. Option B, truncate removes all rows and cannot be rolled back, while delete can be rolled back. അടുത്ത ചോദ്യം, which SQL command is used to remove a table from the database. Option A, drop table. അടുത്ത ചോദ്യം, what is the role of CSS in web development. Option B, to define the layout and style of a web page. അടുത്ത ചോദ്യം, which HTML tag is used to display an image. Option A, img. Last question, which looping statement is guaranteed to execute at least once in JavaScript. Option C, do while. നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്